ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് പള്ളിക്കൂടത്തിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നോക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പാഠം എന്ത് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കുക. അതിന് മുമ്പ് പാർട്ട് 1 കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വന്ന് മാത്രം ഇത് കാണുക, ഇല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പ് എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ NP ആയിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ റൂട്ട് NPQ ആയിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 4. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്നുള്ളത് 4ഉം വേരിയൻസ് എന്നുള്ളത് 12/9 തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദി ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മീനുണ്ട്, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എവിടെയെന്ന് നോക്കുമല്ലേ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലല്ലോ, പക്ഷേ വേരിയൻസ് അല്ലേ തന്നേക്കണം. അങ്ങനെ ഒരു ഡൗട്ടൊന്നും വേണ്ട. എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റൂട്ട് എടുത്ത് കളഞ്ഞാൽ കിട്ടുന്ന NPQ, അതാണ് എന്തെന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ക്വസ്റ്റിനകത്തുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എടുത്തെഴുതാൻ തുടങ്ങാം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ക്വസ്റ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ എടുത്തെഴുതി വെച്ചാൽ തന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു. മീൻ എന്നുള്ളത് NP, അത് ഇത്രയായിട്ട് എടുത്തെഴുതാം. 4 നമുക്ക് ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. മീൻ NP 4, വേരിയൻസ് തന്നിട്ടുണ്ട് NPQ 12/9. അപ്പോൾ നമുക്ക് മീനും വേരിയൻസും വെച്ചുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ഫെയിലിയറോ ഏതെങ്കിലും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഏതാണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ Q ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വേരിയൻസ് ഡിവൈഡഡ് ബൈ മീൻ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ Q കിട്ടും. NPQ ഡിവൈഡഡ് ബൈ NP, അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് NPQ തന്നിട്ടുണ്ട് 12/9 ഡിവൈഡഡ് ബൈ മീൻ NP 4. കാൽക്കുലേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ മാറ്റി ഇൻറ്റു ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1/3. അപ്പോൾ നമ്മുടെ Q എന്ന് പറയുന്നത് 1/3 കിട്ടിക്കഴിഞ്ഞു. Q കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, P നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈസി ആയിട്ട് P കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് P കാൽക്കുലേറ്റ് ചെയ്യുന്നത്, P = 1 - Q. എന്ത്, നമുക്ക് കിട്ടിയ Qയിൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q കിട്ടും. ബാലൻസ് ആയിട്ട് വരുന്നതാണ്, P കിട്ടും. ബാലൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്ന. അപ്പോൾ 1 - 1/3 നമ്മുടെ Q. 1/3 ആണ് നമ്മുടെ Q. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന P എന്ന് പറയുന്നത് 2/3. 2/3. അപ്പോൾ നമുക്ക് എന്തെല്ലാം ആൻസേഴ്സ് ആണ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞത്, മീൻ കിട്ടിക്കഴിഞ്ഞു, വേരിയൻസ് കിട്ടിക്കഴിഞ്ഞു, Q കിട്ടിക്കഴിഞ്ഞു, P കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, N വേണം. ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം ആ ക്വസ്റ്റിനകത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മീൻ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. മീൻ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് N എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ. എത്ര തവണയാണ് ആ കോയിൻ ടോസ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര തവണയാണ് ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അവർ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് അത് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതാണ് N എന്ന് പറയുന്നത്. അപ്പം മീൻ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ P, പ്രോബബിലിറ്റി ഓഫ് സക്സസ് 2/3. അത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ മൾട്ടിപ്ലൈ കണക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6. ടോട്ടൽ 6 ടൈംസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു കാര്യം ടോസ് ചെയ്തത്. അതൊരു കോയിൻ ആണെങ്കിൽ ആ 6 ടൈംസ് ആണത് ടോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് N എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. N 6 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് X കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. X എന്ന് പറയുന്നത് 0 to 6 ആയിരിക്കും. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം X കണ്ടുപിടിക്കുന്നത് N വെച്ചിട്ടായിരിക്കും. N വരുന്നത്, അതായത് N എന്ന് പറയുന്നതായിരിക്കും മാക്സിമം. മിനിമം 0യിൽ നിന്നുമായിരിക്കും തുടങ്ങുക. N എന്ന് പറയുന്നത് 6, മാക്സിമം 6 ടൈംസ് ആണ് എന്ത് ചെയ്തത്, ആ കോയിൻ ടോസ് ചെയ്തത്. അപ്പോൾ 0 മുതൽ 6 ടൈംസ് വരെയുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യണം നമ്മൾ, അല്ല ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ X എന്ന് പറയുന്നത് 0 to 6, 0, 1, 2, 3, 4, 5, 6 അതുവരെ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്. NCX P⁻x Q⁻n - x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് എഴുതാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. N = 6,
P ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഇതൊന്നും ക്വസ്റ്റിന് തന്നിരുന്നില്ല. Q ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3. എക്സ് എന്ന് പറയുന്നത് 1 2 3 0 1 2 3 4 5 6 അത്രയും തവണ നമ്മൾ എക്സ് കാണണം. എക്സ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യുന്നുണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് 0 1 2 3 4 5 6 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നിൻ്റെയും ആൻസേഴ്സ് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിങ് ഔട്ട് ദ വാലൻസി ഓഫ് ദി ഫോളോയിങ്. ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 3 ആൻഡ് ദ വേരിയൻസ് ഈസ് 2. ഇതിനകത്തും നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്, വേരിയൻസും തന്നിട്ടുണ്ട്. മീൻ എന്നുള്ളത് എൻ പിയും വേരിയൻസ് എന്നുള്ളത് എൻ പി ക്യൂവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ക്യൂ കിട്ടാനായിട്ട് എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടിക്കഴിഞ്ഞു 2 ഡിവൈഡഡ് ബൈ 3. അതിൽ നിന്ന് നമ്മൾ പി കണ്ടുപിടിക്കുന്നു 1 മൈനസ് ക്യൂ. അപ്പോൾ നമുക്ക് പി കിട്ടിക്കഴിഞ്ഞു 1 ഡിവൈഡ് by 3. ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, പി ക്യൂ എൻ പി ക്യൂ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എൻ കണ്ടുപിടിക്കണം. എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നേരത്തെ ചെയ്തത് കണക്ക് തന്നെയാണ്. എൻ പി ഡിവൈഡഡ് ബൈ പി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, എൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 9 ടൈംസ്, ടോട്ടൽ 9 തവണയാണിത് ടോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 0 മുതൽ 9 വരെയാണ് ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ, മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 8 കോയിൻസ് വേർ ടോസ്ഡ് ടുഗദർ. 8 കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോസ് ചെയ്യുന്നുണ്ട് 256 തവണ. ഈ ക്വസ്റ്റ്യനകത്ത് എൻ എന്നുള്ളത് തന്നിട്ടുണ്ട്, 8 എന്ന് തന്നിട്ടുണ്ട്. 256 തവണയാണ് എന്ത് ചെയ്യുന്നത്, അത് ടോസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിയും ക്യൂവും തന്നിട്ടില്ല, കാരണം മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഇല്ലാത്തതിനാൽ തന്നെ പിയോ ക്യൂവോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫർദർ ഒരു ഇക്വേഷൻസും നമുക്ക് അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിയും ക്യൂവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അവിടെ സക്സസും ഫെയിലിയറും ഈക്വൽ ആണെന്ന് നോക്കാം. 256 തവണ ടോസ് ചെയ്തതിൽ പകുതി തവണ സക്സസും പകുതി തവണ ഫെയിലിയറുമാണെന്നുള്ള രീതിക്ക് പിയും ക്യൂവും 1 ഡിവൈഡ് ബൈ 2 ഹാഫ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. എൻ നമുക്ക് തന്നിട്ടുണ്ട്, 8 എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുക, എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അവിടെ എൻ എന്നുള്ളത് 0 to 8 ആയതിനാൽ തന്നെ എക്സ് എന്നുള്ളത് 0 to 8 വരെയാണ് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാം. ഇക്വേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 0 to 8 വരെയുള്ളത് എക്സ് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും മീൻ കണ്ടുപിടിക്കാം. എൻ പി പ്രോബബിലിറ്റി ഓഫ് സക്സസ്. എൻ എന്നുള്ളത് 8 ആണ് അല്ലേ, 8 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. പി എന്നുള്ളത് ഹാഫ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് 1 ഡിവൈഡഡ് ബൈ 2. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ എന്നുള്ളത് 4ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് എൻ പി ക്യൂ നമ്മൾ ചെയ്യാമല്ലേ. എൻ പി ക്യൂ, എൻ എന്നുള്ളത് 8, പി എന്നുള്ളത് എന്ത് ചെയ്യുന്നു 1 ഡിവൈഡഡ് ബൈ 2, ക്യൂ എന്നുള്ളത് 1 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് 1.414. 2ൻ്റെ റൂട്ട് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതി വയ്ക്കാം. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ക്ലാസ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ് അവിടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പെസർ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കുക. എന്തെങ്കിലും ക്ലിയർ ആക്കുകയോ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.